ഞങ്ങൾ എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പത്രങ്ങളുടെ പരസ്യം മാത്രം ഒരു പ്രധാന വിഷയമാവുന്ന എന്തുകൊണ്ടാണെന്നറിയില്ല. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെയും പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാജയഭീതി, പാലക്കാട്ട് പരാജയം ഉറപ്പായി കഴിഞ്ഞപ്പോൾ പിന്നെ അവസാന തടവ് പ്രയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, കോൺഗ്രസ് പരാജയം സമ്മതിച്ചിരിക്കുന്നു. മറ്റു പത്രങ്ങളുടെ സന്ദീപിന്റെ ആ വിഷയങ്ങളോ അല്ലെങ്കിൽ സന്ദീപിന്റെ ഫോട്ടോയോ സ്ക്രീൻഷോട്ടോ എല്ലാ പത്രത്തിലും ഒരേ ഉള്ളടക്കമായിരിക്കില്ലല്ലോ കൊടുക്കുക. പലതുണ്ട്. ചിലതിൽ പ്രകടനം കൊടുക്കും, പല ഉള്ളടക്കങ്ങളല്ലേ അതിലുള്ളത്. പിന്നെ ഈ പറഞ്ഞതെല്ലാം ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു, ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങളോടല്ല പറയേണ്ടത്, ഷാഫി പറയേണ്ടത് സന്ദീപിനോട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് മിനിമം അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അതിലവർക്കൊരു ആക്ഷേപമില്ല. അത് ഡിലീറ്റ് ചെയ്യാതെ അവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. എന്ന് പറഞ്ഞാൽ RSSകാരനായി തന്നെ സന്ദീപ് വാര്യർ നിലനിൽക്കുന്നു. ആ സന്ദീപ് വാര്യരെയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ആളുകൾ മനസ്സിലാക്കട്ടെ. ശരി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം തിരിച്ചറിഞ്ഞ് പുതിയ അടവുകൾ പ്രയോഗിക്കുകയാണ്. അതാണ് ഈ തങ്ങൾക്കെതിരായ പരാമർശത്തിനെയൊക്കെ ഇത്രയും വലിയ രാഷ്ട്രീയ വിഷയമാക്കി ഉയർത്തിക്കാട്ടുന്നതാണ് മന്ത്രി MP രാജേഷ്